ആലപ്പുഴ വലിയഴീക്കലിൽ ഡോൾഫിന്റെ ജഡം അടിഞ്ഞു. കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറിൽ നിന്നുള്ള പദാർത്ഥം ഉള്ളിൽ ചെന്നതാണോ മരണകാരണമെന്നറിയാൻ പോസ്റ്റ്മോർട്ടം നടത്തും. ഇന്ന് ഉച്ചയോടെയാണ് തീരത്ത് ഡോൾഫിന്റെ ജഡം അടിഞ്ഞത്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഈ ആലപ്പുഴ വലിയഴീക്കലിൽ ഡോൾഫിന്റെ ജഡം അടിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നറിയുന്നതിനുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴായിരിക്കും ആരംഭിക്കുക? കാരണം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ടല്ലോ ഈ കടലിൽ നിന്ന് മുങ്ങിപ്പോയ കണ്ടെയ്നറുകൾ പല തീരത്തും അടിഞ്ഞത്. അത്തരത്തിൽ എന്തെങ്കിലും പദാർത്ഥം ഉള്ളിൽ ചെന്നാണോ ഈ മരണം എന്നുള്ളതാണോ ഇപ്പോൾ നിലവിൽ അന്വേഷിക്കുന്നത്? രോഹിണി, ഈ പറഞ്ഞ സംഭവങ്ങൾ ഇത്തരം സംശയങ്ങൾ തീരവാസികൾക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നൊരു ആവശ്യമുയർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ വെറ്റിനറി സർജൻ എത്തി പോസ്റ്റ്മോർട്ടം നടത്താനുള്ള പ്രാഥമിക പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തത്. എന്നാൽ ഈ ജഡത്തിന് ഏതാണ്ട് 20 ദിവസത്തോളം പഴക്കമുണ്ടെന്നുള്ള ഒരു നിഗമനത്തിലാണ് വെറ്റിനറി സർജൻ എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന ഒരു നിർദ്ദേശമാണ് വെറ്റിനറി സർജൻ മുന്നോട്ട് വെക്കുന്നത്. കാരണം ഈ കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് തന്നെ ചത്ത ഒരു ഡോൾഫിന്റെ ജഡമാണ് കരയ്ക്ക് അടിഞ്ഞിരിക്കുന്നതെന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണ്ട എന്ന നിർദ്ദേശം ഈ ഡോക്ടർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ അവിടെ നടക്കുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഈ കപ്പലിൽ നിന്നും കാണാതായ കണ്ടെയ്നറുകളിലൊന്ന്, ആലപ്പുഴ ജില്ലയിൽ എത്തിച്ചേർന്ന കണ്ടെയ്നറുകളിലൊന്ന് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ വലിയഴീക്കൽ തീരത്തായിരുന്നു അടിഞ്ഞത്. ആ പ്രദേശത്ത് തന്നെയാണ് ഈ ഡോൾഫിന്റെ ജഡവും അടിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആശങ്കയുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരും മറ്റ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റുകാരെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വെറ്റിനറി സർജൻ സ്ഥലത്തെത്തിയത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്താതെ തന്നെ ഇതിന്റെ ജഡം കുഴിച്ചിടണം എന്ന ഒരു നിർദ്ദേശമാണ് ഉയർന്നിട്ടുള്ളത്. രോഹിണി. ശരി സുധീഷ്, ആലപ്പുഴ വലിയഴീക്കലിൽ ഡോൾഫിന്റെ ജഡമടിഞ്ഞു. കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറിനുള്ളിൽ നിന്നുള്ള പദാർത്ഥം ഉള്ളിൽ ചെന്നാണോ മരണകാരണം എന്നറിയാൻ പോസ്റ്റ്മോർട്ടം നടത്തും എന്നറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് തീരത്ത് ഡോൾഫിന്റെ ജഡമടിഞ്ഞത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.